ഹലോ, ഒലീവിയ ഡിസൈൻസ്. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന പേരാണ് ഒലീവിയ ഡിസൈൻസ് അടൂർ. പിന്നെ സോഷ്യൽ മീഡിയ ചാനലുകാർക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കഴുതപ്പുലിക്ക് കാട്ടുപോത്തിനെ കിട്ടുന്ന പോലെയാണ് അവരുടെ അവസ്ഥ. ഒരു ഇരയെ കിട്ടിയാൽ എല്ലാവരും കൂടെ വളഞ്ഞുകൂടി ആക്രമിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. എന്നിരുന്നാലും ഒലീവിയ ഡിസൈൻസ് എന്താണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതിനെപ്പറ്റി ഇതിനു മുമ്പ് വന്ന വാർത്തകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മറുനാടനിൽ കണ്ട ഈ വാർത്തയാണ് എന്നെ ഈ വീഡിയോ ചെയ്യിക്കാൻ ആദ്യത്തെ പ്രചോദനമായത്. സെയിൽസ് ഗേൾസിനെ കടയ്ക്കുള്ളിലിട്ട് മർദ്ദിച്ചതിന് ജാമ്യമില്ലാ വകുപ്പിട്ട് എടുത്ത കേസിൽ പ്രതിയായ തുണിക്കട ഉടമയെ പോലീസ് ജാമ്യം നൽകി വിട്ടയച്ചു. CPM-ന്റെ സമ്മർദ്ദത്തെ തുടർന്ന് വകുപ്പിന്റെ മാറ്റം വരുത്തിയെന്നും സൂചന. സംഭവം അറിഞ്ഞ ജില്ലാ പോലീസ് മേധാവി KG സൈമൺ പൊട്ടിത്തെറിച്ചു. തട്ട റോഡിൽ പ്രവർത്തിക്കുന്ന ഒലിവിയ സിൽക്സിന്റെ ഉടമ സിബി, ഭാര്യ അശ്വതി എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. അതെ, ഇത് 3 വർഷം മുമ്പുള്ള വാർത്തയാണ്. ശമ്പളക്കുടിശ്ശിക ചോദിച്ചു ചെന്ന 2 പേരെ അവിടുത്തെ ആൾക്കാർ ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിച്ചു. കട അടച്ചിട്ടാണ് മർദ്ദനം. പോലീസിൽ പരാതി കൊടുത്തിട്ട് യാതൊരു പ്രശ്നവുമില്ല, യാതൊരു കാര്യവുമില്ല. ജാമ്യമില്ല കുറ്റമാണ്. എന്നിട്ട് പോലും അതിനകത്ത് മുതലാളിയും മുതലാളിയുടെ ഭാര്യയൊക്കെ കൂളായിട്ട് ഇറങ്ങി വന്നു. അതായത് ഇവർക്ക് പോലീസിൽ മാത്രമല്ല രാഷ്ട്രീയ സ്വാധീനവുമുണ്ട്. അങ്ങനെ വളരെയധികം പിടിപ്പുള്ള, വളരെയധികം ഭരണരംഗത്ത് സ്വാധീനമുള്ള, ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയിൽ വരെ സ്വാധീനമുള്ള ആൾക്കാരാണ്, ചില്ലറ പാർട്ടികളല്ല. അങ്ങനെയാണ് ഈ വാർത്ത കണ്ടപ്പോൾ മനസ്സിലായത്. ഇത് 3 വർഷം മുമ്പുള്ള വാർത്തയാണ് എന്നുകൂടി ഓർക്കണം. അതിൻ്റെ കമൻറ്റ് ബോക്സ് വായിച്ചപ്പോൾ ഏകദേശം 10 മാസം മുമ്പ്, 1 വർഷം മുമ്പ് ഒക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പ്രവർത്തന രീതികളെ പറ്റിയും ഇവർ ചെയ്യിപ്പിക്കുന്ന ജോലികളും അതിനനുസരിച്ച് ശമ്പളം കൊടുക്കുന്നില്ല, അങ്ങനെ പല പല കാര്യങ്ങൾ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവർ നടത്തുന്ന സ്ഥാപനമല്ല, അമേരിക്ക ഗ്വാണ്ടനാമോ ജയിൽ നടത്തിയ പോലെ ഒരു ജയിലാണ് ഇവർ നടത്തുന്നതാണ്. പട്ടാളച്ചിട്ട എന്ന് പോലും പറയാൻ പറ്റില്ല, അതിനപ്പുറമാണ് കാര്യങ്ങൾ. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ചാനൽ, ഒരു 10-15 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു ചാനൽ വന്ന ഒരു വീഡിയോ. ആ പെൺകുട്ടിയുടെ അനിയത്തിയുടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു ഏകദേശം 3 മാസം. ആ സമയം അനുഭവിച്ച കാര്യങ്ങളും ആ സമയത്തെ പ്രശ്നങ്ങളും അവർ പറയുന്നത് അവരുടെ കയ്യിൽ തെളിവുകൾ അടക്കമുണ്ടെന്നാണ്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. 25,000 രൂപ ഫൈൻ ശമ്പളം ഉണ്ടെങ്കിൽ ഇവർ മിണ്ടുന്നതിന് ഫൈന്, സമയത്ത് വരാത്തതിന് ഫൈന്, പിന്നെ ഏതെങ്കിലും ഒരു ഓർഡർ ഒരാൾ സൈസ് മാറ്റി കൊടുത്തെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് 1000 രൂപ, 500 രൂപ, 2000 രൂപ, 5000 രൂപയ്ക്കാണ് ഇവരുടെ ഫൈന്. അപ്പം ഒരു മാസം നമുക്കൊരു 10 ഫൈൻ വരുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ശമ്പളം എത്രയായിരിക്കും? അതിൽ നിന്ന് അവരുടെ ഫുഡും കാര്യങ്ങൾക്കും ഒരു 4000 രൂപ, 5000 രൂപ പോയി കഴിയുമ്പോഴത്തേനും, അതെല്ലാം നമ്മൾ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ ഇതെല്ലാം പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന ശമ്പളം എത്രയായിരിക്കും? എൻ്റെ അനിയത്തിക്കൊക്കെ ആദ്യം കിട്ടിയത് 8000 രൂപയോ 7000 രൂപയും കണ്ട. ഈ 25,000 രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് കിട്ടിയതാണ് പുതിയ നിയമം ഇറക്കിയത്. 15,000 രൂപ അവിടെ പിടിച്ചു വെക്കും. അങ്ങനെ 30,000 രൂപ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് വെക്കുമെന്ന് ആൾക്കാർ ഫോണും കൊണ്ട് കടന്നു കളയുന്നു, ഇവരെ പറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ. പക്ഷെ ഇവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പേരിൽ ചെന്ന് ആര് കംപ്ലയിൻറ്റ് കൊടുത്താലും നിങ്ങൾ കോടതി കയറി, ഞങ്ങൾ നിങ്ങളെ കോടതി കയറ്റി നടത്തിക്കും. നമ്മൾ കാശില്ലാത്തവരാണല്ലോ, അപ്പം ഇവരിൽ ഇഷ്ടം പോലെ കാശ്, അതുമല്ല അടൂരിലൊക്കെ ഇഷ്ടം പോലെ പാർട്ടികൾ, ഓരോ പാർട്ടികളുമായിട്ട് ഇവർക്ക് നല്ല ബന്ധമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ശമ്പളം കൊടുക്കുന്നത് 20,000-ന് മുകളിലാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ പറഞ്ഞു വരുമ്പോൾ ഫൈനും എല്ലാം കൂടെ ചേർത്ത് ജോലിയും ചെയ്യണം, ശമ്പളം അങ്ങോട്ട് കൊടുക്കണം എന്നുള്ള സ്ഥിതിയിലാണ് കാര്യങ്ങൾ. ഈ സോഷ്യൽ മീഡിയ ചാനലുകളിൽ പലരും കോമൺ ആയിട്ട് പറഞ്ഞൊരു കാര്യം എനിക്കങ്ങനെ യോജിക്കാൻ പറ്റിയില്ല. അതിലൊന്ന്, ഇവർ പറയുന്നത് 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെ പ്രായമുള്ളവരെ മാത്രമേ സെലക്ട് ചെയ്യുന്നതാണ്. അത് അവരുടെ ഇഷ്ടമാണ്, അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഓരോ ജോലിക്കും അതിൻ്റെതായ നിബന്ധനകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ KFC-യിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും തുണിക്കടയിലോ ചെന്നാൽ സെയിൽസ് ഗേളായിട്ട് നിൽക്കുന്നവർ മിക്കവാറും ചെറുപ്പക്കാരികളായിരിക്കും. അതല്ല എങ്കിൽ അവർ വർഷങ്ങളായിട്ട് ആദ്യം മുതലേ ജോലി ചെയ്ത് വർഷങ്ങളായിട്ട് അവിടെ തന്നെ ഉള്ളവരായിരിക്കും. അതല്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്നവർ ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ അവരെ മറ്റ് സെക്ഷനിലേക്ക് മാറ്റും. അതായത് അക്കൗണ്ടിങ് സെക്ഷനിലേക്കോ മറ്റ് കസ്റ്റമേഴ്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യേണ്ടാത്ത സെക്ഷനിലേക്ക് മാറ്റാറാണ് സാധാരണ പതിവ്. കാരണം കസ്റ്റമറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ കൂടുതൽ എനർജറ്റിക് ആവേണ്ടതുണ്ട്, അവർ കൂടുതൽ പോസിറ്റീവ് വൈബ്സ് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ ഇത്തിരി ഏജ് ആയി കഴിയുമ്പോൾ എനർജി കുറയുന്നതുകൊണ്ടും അവർക്ക് ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടും അങ്ങനെയുള്ളവരെ ചൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഏജിൻ്റെ പ്രശ്നം 18 മുതൽ 28 വയസ്സ് വരെ ഉള്ളവരെ മാത്രമാണ് ഇവർ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ വെളുത്ത സുന്ദരികളെ മാത്രമേ അവർ സെലക്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നു. അതിന് പ്രത്യേകിച്ച് ഞാനെങ്ങും കണ്ടില്ല അങ്ങനെ അവർ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദാറ്റ്സ് അനദർ തിങ്. അത് അപ്പോൾ അവിടെ റേസിസം വരുന്നുണ്ട്, അതിന് നമുക്ക് ടേക്കപ്പ് ചെയ്യേണ്ട കേസ് തന്നെയാണ്. ഓക്കെ,
ഇനി വരുന്നതാണ് മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇവർ പറയുന്നത് 20,000-ന് മുകളിൽ ശമ്പളം കൊടുക്കുന്നുണ്ടെന്നാണ്. ശരിയാണ്, അവർ 20,000-ന് മുകളിൽ ശമ്പളം കൊടുക്കുന്നുണ്ട്. ലോകത്ത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ശമ്പളം കൊടുക്കുന്നതിന്റെ വീഡിയോ എടുത്തിടുന്നു. ശമ്പളം കൊടുക്കുന്നത് ചെക്കായിട്ടാണ്, അതിന്റെ വീഡിയോ എടുത്ത് ഇട്ടേക്കുന്നു. ഈ വീഡിയോ തന്നെ കണ്ടു നോക്കൂ. ബാക്കിലേക്ക് തിരിച്ചിട്ട് ആ സന്തോഷം കാണിക്കാം കേട്ടോ. കിളിയുടെ കൂട്ടുകാരിയാണ് അഞ്ജലി. 1 മാസമായതേ ഉള്ളൂ ഒലീവിയയിൽ വർക്ക് ചെയ്യാൻ വന്നിട്ട്. ഡിസംബർ 1 മുതൽ 31 തീയതി വരെയുള്ള സാലറി കൈപ്പറ്റിയ ചെക്ക് സന്തോഷപൂർവ്വം കിട്ടിയപ്പം ഇന്നലെ അഞ്ജലി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അത് നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കണമെന്ന്. കാരണം അഞ്ജലിയുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടി. എന്താ അല്ലേ, 22,000-ന് മുകളിൽ ശമ്പളമുള്ളത് കൊടുക്കുന്നത്, ചെക്ക് കൊടുക്കുന്നതിന്റെ വീഡിയോ എടുത്തിട്ടേക്കാണ്. വേറെ ഒരു വീഡിയോ കണ്ടിരുന്നു, അത് ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ വീഡിയോ കാണുന്നില്ല. എന്തായാലും ഈ വീഡിയോ എടുത്ത്, ഈ ശമ്പളം കൊടുക്കുന്നതിന്റെ വീഡിയോ എടുത്തിടുന്നതിന്റെ ലക്ഷ്യം വേറൊന്നുമല്ല, തങ്ങൾക്ക് വേണ്ടി പ്രൂഫ് ഉണ്ടാക്കുകയാണ്. അതുപോലെ പുതിയ ഇരകളെ പിടിക്കാനുള്ളൊരു ഹുക്കാണിത്. ഇത് കാണുമ്പോൾ പെൺകുട്ടികൾ വിചാരിക്കും, 22,000 രൂപ ശമ്പളം, വെറും 3 മണിക്കൂർ ജോലി എന്നാണ് ഇവർ പറയുന്നത്. 3 മണിക്കൂർ മാത്രം ജോലി, അതിനുശേഷം ആട്ടം, പാട്ട്, ആഹ്ലാദ പ്രകടനങ്ങൾ, ഒരുമിച്ചുള്ള ഫുഡ്, ഇതെല്ലാം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. സത്യത്തിൽ 3 മണിക്കൂർ ജോലി ചെയ്യിച്ചിട്ട് 22,000 രൂപ ശമ്പളം കൊടുക്കാൻ, അല്ലെങ്കിൽ 20,000-ന് മുകളിൽ ശമ്പളം കൊടുക്കാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കില്ല എന്നതാണ് സത്യം. അതല്ലെങ്കിൽ ആ 3 മണിക്കൂർ ജോലിയിൽ അത്രയ്ക്ക് ഔട്ട്പുട്ട് ഉണ്ടാവണം, അത്രയ്ക്ക് ഡേഞ്ചറസ് ആയ ജോലി ആയിരിക്കണം. അതല്ലെങ്കിൽ ആ 3 മണിക്കൂറിനുള്ളിലുള്ള ടേൺ ഓവർ അല്ലെങ്കിൽ ഔട്ട്കം അല്ലെങ്കിൽ പ്രോഫിറ്റ് അത്രയും വലുതായിരിക്കണം. അതല്ലെങ്കിൽ ഒരാൾക്കും 3 മണിക്കൂർ മാത്രം ജോലി എടുപ്പിച്ചിട്ട് 20,000-ന് മുകളിൽ ശമ്പളം കൊടുക്കുക എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് കേരളത്തിൽ അത് ഇമ്പോസിബിൾ ആണ്. അവിടെ തന്നെ ഇവരുടെ കാപ്പട്യം വെളിവാകുന്നു. അതല്ലെങ്കിൽ ഈ 3 മണിക്കൂർ ജോലി എന്നുള്ള വല്ല സ്വർണം കുഴിച്ചെടുക്കലോ രത്നം ഉരച്ച് ശരിയാക്കലോ അങ്ങനെ വല്ലതും ആയിരിക്കണം. കാരണം അത്രയും ലാഭം കിട്ടുന്ന പണികൾ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. വേറെയും ചില പരിപാടികളുണ്ട്, അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞാൽ മറ്റ് പല പ്രശ്നങ്ങളിലേക്ക് അത് പോകും എന്നുള്ളതുകൊണ്ട് എനിക്ക് പറയാൻ താല്പര്യവുമില്ല. എന്തായാലും 3 മണിക്കൂർ മാത്രമാണ് ഇവർ ജോലി പറയുന്നത്. പിന്നൊന്ന്, ആദ്യത്തെ 15 ദിവസം ശമ്പളമില്ലാതെ ജോലി ചെയ്യണം. അതിനുശേഷം ഇവർ തീരുമാനിക്കും ഇവർ ജോലി ചെയ്യണോ വേണ്ടയോ എന്ന്, ഇവരെ അപ്പോയിന്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ഈ ഒലീവിയ ഡിസൈൻസിന്റെ ഭാര്യയും ഭർത്താവും കൂടെ തീരുമാനിക്കും. അതായത് 15 ദിവസം ഇവർക്ക് 5 പൈസ ചെലവില്ലാതെ കൂലിക്കാരെ കിട്ടുകയാണ്. ഇവർ ഒരു 50 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 10 പേരെ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. ബാക്കി 40 പേരെ അവർ കാശ് കൊടുക്കാതെ ജോലി ചെയ്യിക്കുകയായിരിക്കും. അതുപോലെ എല്ലാ ആഴ്ചയും ഇവിടെ റിക്രൂട്ട്മെന്റ് ഉണ്ട്, എല്ലാ ആഴ്ചയും ഇന്റർവ്യൂ ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എല്ലാ ആഴ്ചയും ഇവർ ഒരു 10 പേരെ വെച്ച് സെലക്ട് ചെയ്യുന്നു വിചാരിക്കുക. അതായത് ഒരു 50 പേരെ സെലക്ട് ചെയ്തു, അതിൽ 10 പേരെ അപ്പോയിന്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഒരു മാസം 4 ആഴ്ചയുണ്ട് മിനിമം, എല്ലാ മാസവും 4 ആഴ്ചകളുണ്ട്. അപ്പോൾ 40 പേരെ വെച്ച് ഒരു വർഷം അറൗണ്ട് 480-500 പേരായിരിക്കും ജോലിക്ക് കയറുന്നത്. അങ്ങനെയാണെങ്കിൽ 2-3 വർഷം കൊണ്ട് അവിടെ എത്ര എംപ്ലോയീസ് ഉണ്ടാവും? അതിനർത്ഥം എല്ലാ ആഴ്ചയും അപ്പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത്രയും ആൾക്കാർ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ട് എന്നാണ്. അതിനർത്ഥം അവിടെ ഈ പറയുന്ന നാടകങ്ങൾ സത്യസന്ധമല്ല എന്നാണ്. 3 മണിക്കൂർ ജോലി, അതിനുശേഷം ആട്ടവും പാട്ടും എന്ന നാടകം തികച്ചും കാപട്യമാണ് എന്നാണ് അതിനർത്ഥം. അതല്ലെങ്കിൽ അവർക്ക് എല്ലാ ആഴ്ചയും ഇന്റർവ്യൂ നടത്തി ആളെ സെലക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനിയുള്ളത് ഈ പോകുന്ന എംപ്ലോയീസ് സ്വന്തമായിട്ട് മൊബൈൽ വാങ്ങണം. അതല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ സ്വന്തമായിട്ട് വാങ്ങിയ മൊബൈൽ ആണെങ്കിൽ പോലും അത് തിരിച്ചിറങ്ങുമ്പോൾ അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് പോകണം, അവർക്ക് കൊടുക്കണം. അവരിത് വിട്ടിട്ട് അതിനെ കാശ് വാങ്ങുന്നുണ്ടാവും. ആലോചിച്ച് നോക്കുക. ഇവർ കാശ് കൊടുത്ത് മേടിച്ച മൊബൈൽ ആണെങ്കിൽ പോലും അത് തിരിച്ചു കൊടുത്തിട്ട് പോകണം. അത് മാത്രമല്ല 1 വർഷത്തെ ബോണ്ടും ഉണ്ട്. ഇതെന്താ പട്ടാള വേണോ അതോ പട്ടാളത്തിലേക്ക് ആളെ എടുക്കുന്നോ? ഇത്രയും ബോണ്ടൊക്കെ വെച്ച് ഒരാൾ ഒരു തുണിക്കടയിലേക്ക് ഒരു സെയിൽസ് ഗേൾ ആയിട്ട് ബോണ്ടിന് വെച്ച് ആളെ കയറ്റുന്നുണ്ടെങ്കിൽ, ബോണ്ട് സൈൻ ചെയ്യിച്ച ആളെ കയറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ പക്ക ഉടായ്പെന്ന് തന്നെയാണ്. കാരണം 1 വർഷത്തിന് മുമ്പ് ആൾക്കാർ പോകും. 1 വർഷം എന്താ, 1 മാസം പോലും ആൾക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളപ്പോൾ ഈ വലിയ ബോണ്ടൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഇത്രയും നിയമങ്ങൾ എഴുതി പിടിക്കുമ്പോൾ ഈ പെൺകുട്ടികളാണ്, അവർക്ക് അധികം പരിചയം ഉണ്ടാവില്ല, അധികം പക്വത ഉണ്ടാവില്ല, അധികം ലോക വിവരം ഉണ്ടാവില്ല. അവർ പേടിച്ചു പോകും ഈ ബോണ്ട് കാണുമ്പോൾ, ബോണ്ടിനെ കാണിച്ച് പേടിപ്പിക്കുമ്പോൾ. അത് തന്നെ അയാൾ പറയുന്നുണ്ട്. അയാളുടെ വോയിസ് റെക്കോർഡ് പുറത്തു വന്നതിൽ അയാൾ പറയുന്നുണ്ട്, എനിക്ക് 3 ലെവൽ അഡ്വക്കേറ്റുമാരുണ്ട്. ലോക്കൽ ലെവൽ, ഹൈക്കോടതി ലെവൽ, സുപ്രീം കോടതി ലെവൽ, അങ്ങനെ 3 ലെവൽ അഡ്വക്കേറ്റുമാരുണ്ട്. രാഷ്ട്രീയത്തിൽ പിടിയുണ്ട്. പോലീസിനെ ചെന്ന് നിങ്ങൾ പറഞ്ഞോ, പോലീസിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അടൂർ ജനിച്ചു വളർന്നതാണ്. ഇവിടെ എനിക്കുള്ള സ്വാധീനം ഒരുത്തനുമില്ല. നീയൊക്കെ എന്ത് ചെയ്താലും എനിക്കൊരു കോപ്പുമില്ല എന്നാണ് പറയുന്നത്. ഞാൻ നിനക്ക് ജോലി ചെയ്യുന്നത് നിന്നോട് ഞാൻ കാണിക്കുന്ന ഔദാര്യമാണെന്നാണ്. ഈ സിബി എന്നാണെന്ന് തോന്നുന്നു അയാളുടെ പേര് അവൻ പറയുന്നത്. ഔദാര്യമാണ്, അല്ല എനിക്ക് ലാഭമൊന്നുമില്ല. ലാഭമില്ലെങ്കിൽ ഔദാര്യം കാണിക്കാതെ നിർത്തി പോണം മിസ്റ്റർ. അല്ലാതെ
ഔദാര്യമാണ്. പെൺകുട്ടികൾ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്, നീയൊക്കെ എന്ത് ചെയ്താലും എനിക്കൊരു കോപ്പും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. ഇവർക്കൊക്കെ ഇങ്ങനെ അഴിഞ്ഞാടാൻ അധികാരം കൊടുത്തത് ആരാണെന്ന് മനസ്സിലാകുന്നില്ല. തുണിക്കടയാണ് നിങ്ങൾ നടത്തുന്നത്, അല്ലാതെ നിങ്ങളിവിടെ രാജഭരണമല്ല, നിങ്ങൾ സ്വേച്ഛാധിപതികളുമല്ല, നിങ്ങൾക്ക് തോന്നിവാസം കാണിക്കാൻ. വേറെയുമുണ്ട് ഇവരുടേതായിട്ടുള്ള നിയമങ്ങൾ. സംസാരിച്ചാൽ ഫൈൻ, കസ്റ്റമേഴ്സിന് തെറ്റായ പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തു എന്ന് ആരോപിച്ചുള്ള ഫൈൻ. ഇത് ആരാണ് ഈ കംപ്ലൈൻറ്റ് കൊടുത്തതെന്നോ, ഏത് കസ്റ്റമറാണോ കംപ്ലൈൻറ്റ് കൊടുത്തതെന്നോ, എന്ത് കംപ്ലൈൻ്റ് ആണ് കൊടുത്തതെന്നോ ഇവർക്കറിയാൻ യാതൊരു മാർഗവുമില്ല. അതും ഈ കുട്ടി പറയുന്നുണ്ട്. ഒരാൾ കംപ്ലയിൻറ്റ് ചെയ്തോന്ന് പോലും നമുക്കറിയത്തില്ല. പക്ഷേ ഇവർ പറയുന്നത് ഇന്ന കംപ്ലയിൻറ്റ് നിങ്ങൾ സെയിൽ ചെയ്തതിൻ്റെ ഇന്ന കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്, അവർക്ക് സൈസ് മാറിയാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കത് ചേരുന്നില്ല, ഫിറ്റാകുന്നില്ല എന്നാൽ കംപ്ലയിൻറ്റ് തന്ന ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അല്ല കംപ്ലയിൻറ്റ് ഒന്ന് കാണിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. എന്നിട്ട് ഫൈൻ ഇടുന്നത് 500-1000 രൂപയൊക്കെയാണ്. അതെ, ഈ കുട്ടി ചോദിക്കുകയാണ് ആരാണ് കംപ്ലയിൻറ്റ് പറഞ്ഞത്? എന്താണ് കംപ്ലയിൻറ്റ് പറഞ്ഞത്? ഫൈൻ പിടിക്കുമോ? അത് തീർച്ചയായും പിടിക്കും. ആരോ എന്തോ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഫൈൻ പിടിക്കും. എന്ത് കംപ്ലയിൻ്റ് ആണ് പറഞ്ഞതെന്ന് അറിയാനുള്ള അധികാരമൊന്നും നിങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഫൈൻ പിടിക്കാനുള്ള അധികാരമുണ്ട്. അത് നമ്മൾ എഴുതി വെച്ച് എഗ്രിമെൻറ്റിലുണ്ട്. അതിനാണ് എഗ്രിമെൻറ്റ് ആദ്യമേ സൈൻ ചെയ്യിക്കുന്നത്. അപ്പോൾ പല രീതിയിൽ, ഒന്ന് ലേറ്റായാൽ ഫൈൻ, ഒന്ന് സംസാരിച്ചാൽ ഫൈൻ, അങ്ങോട്ട് തിരിഞ്ഞാൽ ഫൈൻ, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഫൈൻ, അങ്ങനെ ഈ ഫൈനെല്ലാം കൂടെ ചേർത്ത് വെച്ച് വരുമ്പോൾ ഈ 25,000 രൂപ ശമ്പളം എന്ന് പറഞ്ഞത് 30,000 രൂപ ഫൈനിൽ വരും. 5,000 രൂപ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥയായിരിക്കും മിക്കവാറും കുട്ടികൾക്ക് വരുന്നത്. ഓക്കെ, ഇവർ ഔദാര്യമാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു 6,000-8,000 രൂപ അല്ലെങ്കിൽ മാക്സിമം 10,000 രൂപ ഈ മാടിനെ പോലെ പണിയെടുപ്പിച്ചിട്ട് ഇവർക്ക് കൊടുക്കും. പെൺകുട്ടികളാണ്, അവർക്ക് പലപ്പോഴും ശബ്ദമുയർത്തി സംസാരിക്കാനുള്ള വോയിസ് ഉണ്ടാവില്ല, അവർക്ക് പല കാര്യങ്ങളിലും പേടി ഉണ്ടാകും. അതിനെയൊക്കെ ഇവർ മുതലെടുക്കും. എന്നിട്ട് ഇവർ ഭീഷണിപ്പെടുത്തുകയോടെ ചെയ്യും. പോലീസിൽ പോയാലും നിനക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല, രാഷ്ട്രീയക്കാർക്ക് പോയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് സത്യവുമാണ്. കാരണം ഈ ഞാൻ ആദ്യം പ്ലേ ചെയ്ത വാർത്ത 3 വർഷം മുമ്പുള്ളതാണ്. 3 വർഷം മുൻപ് കംപ്ലയിൻറ്റ് ചെന്നിട്ട് പോലും അതും പോലും ഒതുക്കി തീർത്തു. അത് സോഷ്യൽ മീഡിയയിൽ ആരും അറിഞ്ഞത് പോലുമില്ല. മറുനാടൻ മാത്രമാണ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തതെന്ന് തോന്നുന്നു. വേറെ ചാനലുകാരൊന്നും അറിഞ്ഞില്ല. അല്ലെങ്കിലും ചാനലുകാർ, നമ്മുടെ മെയിൻ ചാനലുകാർ, മെയിൻ മാധ്യമങ്ങളൊന്നും ഇത്തരം വാർത്തകൾ അറിയില്ല. അറിഞ്ഞാലും മിണ്ടായിരിക്കാനുള്ളത് അവിടെ വായിൽ തിരികെ കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്നും മിണ്ടില്ല. അഥവാ മിണ്ടുന്നുണ്ടെങ്കിലും ഏതോ വ്യാപാര സ്ഥാപനം എന്നേ പറയൂ. ഇവിടെ മറുനാടനായതുകൊണ്ട് ഒലീവിയ ഡിസൈൻസ് അടൂർ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അതല്ല വേറെ ഏതെങ്കിലും മാധ്യമമായിരുന്നെങ്കിൽ അവർക്ക് അതിൻ്റെ പേരും അറിയത്തില്ല, ആ ഓണറുടെയും പേരറിയത്തില്ല, ഒന്നും അറിയത്തില്ലായിരിക്കും. ഏതോ ഒരു വ്യാപാര സ്ഥാപനം. നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണല്ലോ, ഹോട്ടലിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചു. ഏത് ഹോട്ടലാണെന്ന് പടച്ച തമ്പുരാൻ മാത്രമേ അറിയൂ. കാരണം ഈ പഴകിയ ഭക്ഷണം പിടിച്ച ഹോട്ടലിൽ നിന്ന് കിമ്പളം ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് വെളിപ്പെടുത്തില്ല. ഇനിയും പാവങ്ങൾ ചെന്ന് ചത്തോട്ട് ഒരു പ്രശ്നവുമില്ല. ഇവർക്ക് കാശ് കിട്ടിയാൽ മതി, ഇവർക്ക് അവിടെ കീശ നിറഞ്ഞാൽ മതി. എന്തായാലും ഈ 3 വർഷം മുമ്പ് വാർത്ത വന്നു. അതിനുശേഷം 1 വർഷം മുമ്പ് ഒരു വാർത്ത വന്നു. ഒരു പെൺകുട്ടിയെ ഇവിടുത്തെ 4 ജോലിക്കാരികൾ ചേർന്ന് ആക്രമിച്ചതിൻ്റെ കേസ്. അതിനും കേസിന് പോയപ്പോൾ പരാതി പറഞ്ഞപ്പോൾ അവിടെയും തിരിച്ചാണ് ഈ ഓണറും ഭാര്യയും കൂടെ പറഞ്ഞത്. അവർ പറഞ്ഞത് ഈ പെൺകുട്ടി മറ്റുള്ളവരെ ആക്രമിച്ചു എന്നാണ്. എന്തായാലും സംഭവം അത്ര വെടുപ്പൊന്നുമല്ല. സംഭവം വ്യക്തമാണ്, ചൂഷണമാണ്, തൊഴിൽ മേഖലയിലെ ചൂഷണമാണ്. അങ്ങനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ് ഇവർ 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ മാത്രം സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ജനങ്ങളോട് പറയും, ഞങ്ങൾ നിങ്ങൾക്ക് ഇത്രയും തുച്ഛമായ വിലയ്ക്ക് ഡ്രസ്സ് തരുന്നു, ടോപ്പും മറ്റുമാണെന്ന് തോന്നുന്നു, എന്തായാലും അത്രയും ഡ്രസ്സ് തരുന്നു, ഇത്രയും തുച്ഛമായ വിലയ്ക്ക്. ഈ തുച്ഛമായ വിലയിൽ ഈ പെൺകുട്ടികളുടെ കണ്ണീർ കളഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കുക. അവരുടെ ശമ്പളത്തിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം. ഞാനിത് പറയാൻ കാരണം, ഇതിവിടെ ചിലപ്പോൾ ഈ വാർത്ത വന്നതിന് ശേഷവും ഇത്രയും ഡിസ്കഷൻ ആയതിനു ശേഷവും പല പെൺകുട്ടികളും ജോലിക്ക് പോകാൻ മടിക്കും. എത്ര ദരിദ്ര കുടുംബത്തിൽ നിന്നായാലും വേറെ ഒരു വഴിയില്ലെങ്കിൽ മാത്രമേ ഇവിടെ പോകാൻ താല്പര്യപ്പെടൂ. കാരണം കാശ് മാത്രമല്ലല്ലോ ജീവിതം, ഒരു സമാധാനവും കൂടെ വേണ്ടേ. അവിടെ പോയി ജോലി ചെയ്തിട്ട് സമാധാനവും ഇല്ല, സ്വൈര്യവും ഇല്ല, സ്വസ്ഥതയും ഇല്ല എന്ന് വന്നാൽ പിന്നെ എങ്ങനെയാണ് ആരെങ്കിലും ജോലി ചെയ്യുന്നത്? അപ്പോൾ പലരും ജോലിക്ക് പോകാൻ മടിക്കും. എന്നാൽ 299-നും 399-നും ഒക്കെ നല്ല ടോപ്പ് കിട്ടുമ്പോൾ ആൾക്കാർ വാങ്ങുന്നത് നിർത്തില്ല. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാഭമാണല്ലോ, നമുക്ക് എല്ലാവർക്കും അവരുടെ ലാഭമാണ് പ്രധാനം. എല്ലാവരും സ്വാർത്ഥർ തന്നെയാണ്. പക്ഷേ ഇത്തരം ആൾക്കാർ സമൂഹത്തിൽ ഒതുങ്ങേണ്ടത് അല്ലെങ്കിൽ സമൂഹത്തിൽ ഒറ്റപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം സംരംഭങ്ങൾ പരാജയപ്പെടേണ്ടതും അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം കൂടും. ഇവിടെ നിങ്ങൾ വാങ്ങുന്ന ടോപ്പിൻ്റെ ലാഭം, നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം സത്യത്തിൽ ഏതോ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കണ്ണീരാണ്. അവളുടെ ഫൈനിൽ നിന്ന് പിടിച്ച ലാഭമാണ് അവർ എടുക്കുന്നത്. അവർക്ക് ലക്ഷക്കണക്കിന് രൂപ പെർ മന്ത് പെർ ഡേ ലാഭം ഉണ്ടാകും. ഈ പറഞ്ഞ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, മന്ത്ലി ടാർഗറ്റ് 3 ലക്ഷം രൂപയാണ്, പെർ ഡേ ടാർഗറ്റ് 10,000 റുപ്പീസാണ്. അതിൽ കുറഞ്ഞാൽ തന്നെ അവിടെ ഫൈൻ വരും. പെർ ഡേ 10,000 രൂപയുടെ സെയിൽ ഇവർ നടത്തുന്നില്ല എങ്കിൽ 1000 രൂപ മറ്റോ ഫൈനും ഉണ്ട്. അപ്പോൾ തന്നെ ഈ ലാഭം
ഇവർ ഉണ്ടാക്കുന്ന ലാഭം ഈ പെൺകുട്ടികൾക്ക് ശമ്പളം കൊടുക്കാതിരിക്കുന്നതിലൂടെയാണ്. 8,000 10,000 ശമ്പളം കൊടുത്ത് 3 ലക്ഷം രൂപയുടെ ബിസിനസ് ഇവർ പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവർ എത്ര തരികിട പാട്ടുകളാണെന്ന്, എന്തുകൊണ്ട് ഇവർ പരാജയപ്പെടണമെന്ന്. ഇത്തരം സംരംഭങ്ങൾ പരാജയപ്പെടുക തന്നെ വേണം. ഇത് ഞാനും കഴുതപ്പുലി തന്നെയാണ്, ഞാൻ യൂട്യൂബ് വീഡിയോ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ചെയ്യുന്ന ആൾ തന്നെയാണ്. പക്ഷെ മറ്റ് കഴുതപ്പുലി കൂട്ടങ്ങളോട് കൂടെ ചേർന്നല്ല ഞാനിത് പറയുന്നത്. ഞാനിത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം, കമൻറ്റുകൾ വായിച്ചതിന് ശേഷം, ഈ ഇഷ്യൂ കൂടുതൽ പൊങ്ങി വന്നതിന് ശേഷം കൂടുതൽ കമൻറ്റുകൾ വരും. ആ കമൻറ്റുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല. ഞാൻ ഈ പറയുന്ന കമൻറ്റുകൾ 3 വർഷം മുമ്പുള്ളതാണ്, അല്ലെങ്കിൽ 1 വർഷം മുമ്പുള്ളതാണ്. ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുമ്പുള്ളതാണ്, സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ളതാണ്. അപ്പോൾ ഒലിവിയ ഡിസൈൻസിന് ഒരു കൂപ്പുകൈ, അവിടെ നിന്ന് ഡ്രസ്സ് വാങ്ങാതിരിക്കുന്നവർക്ക് ഒരു സല്യൂട്ട്.